ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി മലയാളി വിദ്യാർത്ഥിക്ക് 1ാം റാങ്ക്. മഅ്ദിൻ അക്കാദമി വിദ്യാർത്ഥിയായിരുന്ന സ്വാലിഹ് അദനി മോളൂരാണ് കേരളത്തിന് അഭിമാനമാകുന്ന ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഡിസ്റ്റിങ്ഷനോടെ 4ാം റാങ്ക് കരസ്ഥമാക്കി മഅ്ദിൻ വിദ്യാർത്ഥിയായിരുന്ന അൽത്താഫ് അദനിയും മഅ്ദിൻ വിജയത്തിന് ഏറെ തിളക്കം കൂട്ടി. മഅ്ദിൻ മോഡൽ അക്കാദമിയിൽ 7 വർഷത്തെ മതഭൗതിക സമന്വയ പഠനത്തിന് ശേഷം 4 വർഷമായി അൽ അസ്ഹറിൽ പഠനം നടത്തിവരികയാണ് മുഹമ്മദ് സ്വാലിഹ് അദനി. യൂണിവേഴ്സിറ്റിയിലെ കുല്ലിയ ഉസൂലുദ്ദീനിൽ അഖീദ വൽ ഫൽസഫ ഡിപ്പാർട്ട്മെന്റിൽ ഡിസ്റ്റിങ്ഷനോടെയാണ് സ്വാലിഹ് 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. മഅ്ദിന്റെ എല്ലാ സ്ഥാപനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് ലൈബ്രറികളുണ്ട്. അപ്പോൾ അവിടുത്തേക്ക് അധ്യാപകർ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നിരന്തരമായി ഓരോ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യാനും ഓരോ വിഷയങ്ങളിൽ പഠനം നടത്താനും ഈ പുതിയ കാലഘട്ടത്തിലുള്ള പല വിഷയങ്ങളിലും നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് ഞങ്ങളോട് കൂടുതൽ പഠനം നടത്താൻ വേണ്ടിയും അതിൽ ബഹ്സുകൾ തയ്യാറാക്കാനെല്ലാം അവിടെയുള്ള അധ്യാപകർ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരു അറബ് രാജ്യത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളെക്കുറിച്ചും മുമ്പേ ധാരണയുള്ളത് കൊണ്ട് ഇവിടെ റിസർച്ച് നമുക്ക് പലപ്പോഴും എളുപ്പമായിട്ടുണ്ട്. പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവാർന്ന പഠനം കാഴ്ചവെച്ച സ്വാലിഹ് നേരത്തെ ദുബായ് സർക്കാരിന്റെ രാജ്യാന്തര അറബിക് റീഡിംഗ് ചലഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുണ്ട്. മഅ്ദിൻ അക്കാദമിയുടെയും മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെയും പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് സ്വാലിഹ് പറയുന്നു. ഇതിന് ഏറ്റവും വലിയ പ്രചോദനം മഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളാണ്. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സ്വാലിഹ് SSF സംസ്ഥാന സാഹിത്യോത്സവയിൽ മലയാള പ്രസംഗം, ബുർദ എന്നിവയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. മോളൂർ സ്വദേശി അബ്ദുൾ റഷീദ് സക്കാഫി, ഫാത്തിമ സുആദ ദമ്പതികളുടെ മകനാണ് സ്വാലിഹ്. അൽത്താഫ് അബ്ദുൽ ലത്തീഫ് അദനി തഫ്സീർ ഉലൂമുൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റിൽ കുല്ലിയ ഉസൂലുദ്ദീനിലാണ് റാങ്ക് കരസ്ഥമാക്കിയത്. ഖുർആൻ പാരായണ ശാസ്ത്രത്തിലെ പ്രശസ്തമായ 7 രീതികളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. SSLCക്ക് ശേഷം ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖല ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സ്ഥാപനത്തിനെ ചേർക്കണം എന്ന വാപ്പൻ്റെ വലിയൊരു ആഗ്രഹത്തിലാണ് മഅ്ദിനിലേക്ക് പോകുന്നത്. അസ്ഹറുമായി വലിയ ബന്ധമോ അസ്ഹറിനെ പറ്റി ചിന്തകളോ ആ സമയത്തില്ലായിരുന്നു. ഇൻ്റർവ്യൂ മഅ്ദിനിൽ കിട്ടി. ബദർ ഉസ്താദ് ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് വന്നു. ഉസ്താദിൻ്റെ സംസാരം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത് അൽ അസ്ഹറാണ്, കേംബ്രിഡ്ജാണ്, അതുപോലെ ഓക്സ്ഫോർഡാണ്. ആ ഒരു ഉസ്താദിൻ്റെ ഉപദേശത്തിൽ നിന്നാണ് അസ്ഹറിൽ പഠിക്കണം, അസ്ഹറിൽ എത്താനുള്ള മാർഗങ്ങൾ നോക്കണം. അങ്ങനെ 7 വർഷം കഠിനാധ്വാനം ചെയ്ത് മഅ്ദിനിലെ ദഅവ കോളേജിൽ പഠിച്ചു. അതിന് വേണ്ട ഫുൾ സപ്പോർട്ടും നമുക്ക് എന്തെല്ലാം മേഖലകൾ നമ്മൾ ഉയർത്താൻ കഴിയുമോ അതെല്ലാം ഉസ്താദ് തന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി അബ്ദുൽ ലത്തീഫ് നാസില ദമ്പതികളുടെ മകനാണ് അൽത്താഫ് അസ്ഹരി. തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ വിദ്യാർത്ഥികളെ മഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി അഭിനന്ദിച്ചു. ഫ്യൂച്ചറിൽ ഞങ്ങൾ തിരിച്ച് അസ്ഹറിലേക്ക് തന്നെ മടങ്ങാണ്. PG പൂർത്തീകരിക്കണം, അതുപോലെ തന്നെ PhD ചെയ്യണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഉസ്താദിൻ്റെ ലക്ഷ്യം തന്നെ മഅ്ദിനിൽ നിന്ന് ഒരുപാട് PhD എടുത്ത ഉന്നത കലാലയങ്ങളിൽ പോയി പഠനം നടത്തി PhD എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉസ്താദിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഇത്തരം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠനം നടത്തുന്നത്. ഇരുവർക്കും മഅ്ദിൻ UAE നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാസൽ ഖൈമയിൽ നടന്ന മഅ്ദിൻ 27ാം വാർഷിക സംഗമത്തിൽ ആദരം നൽകി. ന്യൂസ് ഡെസ്ക് മഅ്ദിൻ അപ്ഡേറ്റ്സ്.